സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും നീനും കൂടെ ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ പോവാണ്. ഫുഡ് ചലഞ്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഫുഡെന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ എണ്ണക്കടി പലഹാരങ്ങളുടെ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. വാഴയ്ക്കപ്പം, തിരുവനന്തപുരം ഭാഷയിൽ വാഴയ്ക്കപ്പം അഥവാ പഴംപൊരി, പിന്നെ എന്താ പറയണ്ടേ, ബജി, പിന്നെ പരിപ്പുവട, പിന്നെ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങി ചാവാതിരിക്കാൻ വേണ്ടി വെള്ളം, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഒരു പുതിയ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ചലഞ്ചിങ് വീഡിയോയ്ക്ക് വേണ്ടി. ഇപ്പോൾ ചൂട് പഴംപൊരിയും ഇപ്പോൾ മേടിച്ചോണ്ട് വന്നേരാ കേട്ടോ. ചൂട് പഴംപൊരി, ബജി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ ഫുഡ് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബജിയാണ് കേട്ടോ. ഈ പരിപ്പുവട, എൻ്റെ അമ്മ ഇതെല്ലാം എങ്ങനെ തട്ടും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതായത് ഫുഡ് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ അതാണ്ട് കണ്ടില്ലേ, ഒരു പ്ലേറ്റ് നിറച്ചും എണ്ണക്കടി പലഹാരങ്ങളാണ്. ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒരു സൈഡ് പോലും അനങ്ങിയിട്ടില്ല കേട്ടോ. ആരാണ് കൂടുതൽ കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. രതീഷ് രതീഷ് ഞാൻ ഓരോന്ന്, അതായത് ഒരു വാഴയ്ക്കപ്പം അല്ല 2 വാഴയ്ക്കപ്പം, ഒരു ബജി, ഒരു പരിപ്പുവട വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബജി, ഒരു വാഴയ്ക്കപ്പം, ഒരു ബജി, എണ്ണ
അപ്പോൾ ഗൈസ് ഒരു സൈഡിൽ നിന്ന് ഒരു ചെറിയ അനക്കം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് വാഴത്തേക്ക. ബരി ബരി. അയ്യോ ഇനി മൂന്ന് വാഴയ്ക്കപ്പൂവും 1 2 4 5 6 പരിപ്പുവടയും ഒരു ബജി. ഇത്രയേ ഉള്ളൂ. ഈ പരിപ്പുവട ശകലം മുരിഞ്ഞതാണ് കേട്ടോ. ഇത് ശകലം മുരിവ് കുറവുള്ളത്. നമ്മൾ ഈ എണ്ണക്കടികൾ വാങ്ങിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കട പരിചയപ്പെടുത്തിയില്ലേ നിങ്ങൾക്ക്. അതായത് തിരുവല്ലം LP സ്കൂളിൻ്റെ അടുത്തായിട്ട്, അത് കോർപ്പറേഷൻ്റെയും ആശുപത്രിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു ചായ തട്ടിനാണ് കേട്ടോ. ഈ ചലഞ്ചിങ് വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് ഉച്ചത്തെ ഫുഡ് ഞങ്ങൾ കഴിക്കാതെയാണ്. ഉച്ചത്തെ ഫുഡും പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 ബ്രെഡും 1 ഗ്ലാസ് കട്ടൻ തേയിലയും വെച്ചാണ് കുടിച്ചത്. കാരണം ചലഞ്ചിങ് വീഡിയോ ചെയ്യുമ്പോൾ വയറ് ഫ്രീ ആയിരിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫ്രീ ആക്കി ഇട്ടേക്കായിരുന്നു ഗൈസ്. ഞാൻ വെള്ളം കുടിച്ചോണേ. ഇതുപോലുള്ള ഫുഡ് ചലഞ്ചിങ് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ അല്ലേ, എന്താ പറയുന്നത്, വെയിറ്റൊക്കെ വെച്ചാൽ പിന്നെ, അതായത് ഒന്നാമത് ഹൈറ്റ് കുറവാണ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച്
തടിയൊക്കെ വെച്ചാൽ പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഓടേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നും അധികം ചെയ്യാത്തത്. ഞാൻ ഒരു 2 മാസം മുമ്പ് വരെ ഏകദേശം ഒരു 44-43 കിലോ വെയിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ 55 കടന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ വെയിറ്റ് നല്ല രീതിയിൽ വെച്ചില്ലേ. ഒന്നാമത് ഞാൻ പൊക്കം കുറവാണ്. അപ്പോൾ ഇനിയും വെയിറ്റ് വെച്ചാൽ പിന്നെ അപ്പോൾ എൻ്റെ 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫുഡ് ചലഞ്ചിങ് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എണ്ണക്കടി പലഹാരങ്ങളുടെ ചലഞ്ചിങ് വീഡിയോ ആണ്. വാഴയ്ക്കപ്പം, ബജി, പരിപ്പ് വട, ഉഴുന്നുവട അല്ല പരിപ്പ് വട. ഇതോടെ കഴി അവിടെ തളർന്ന് കിടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പഴംപൊരിയൊക്കെ വെച്ചാൽ തന്നെ നീന ഏകദേശം ഒരു 1-1.5 കഴിക്കുകയുള്ളൂ. അവർക്കങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഞാനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ കഴിക്കും. സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് കേട്ടോ. അതിന് വെള്ളം ഇരിക്കണം. രതീഷ് ഇത്രയും കൂടെ ഉള്ളത്. രതീഷ് എനിക്ക് രതീഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ടങ് സ്ലിപ്പ് പഴംപൊരി ഉണ്ടല്ലോ. നമ്മൾ ചില കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ പഴമൊക്കെ വെച്ചിട്ടായിരിക്കും ഭയങ്കര കട്ടിയൊക്കെ ആയിരിക്കും പേരി വീട്ടിൽ. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നൈസായിട്ട് രതീഷ് കണ്ടില്ലേ വിളിച്ച അവിടെ ഞാൻ ചാടി എണീച്ച് ഓടി വരും. എന്താ കണ്ട മറ്റൊക്കെ ചത്ത് ഡെഡ് ബോഡിയായി കിടക്കും കണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം. ഇനി ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ. അവള് കഴിച്ചിട്ടാണോ സൗണ്ട് പുറത്ത് വരാത്തതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഞങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ടാറ്റാ.